ജോധ്പൂരിലെ മെഹ്റാൻഗർ ഫോർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെഹ്റാൻഗർ ഫോർട്ടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ, അതിൻ്റെ ആർക്കിടെക്ചറൽ ശൈലികൾ, അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ട്. ഇത് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഉള്ളിൽ പ്രധാനമായിട്ടുള്ള കുറേ മഹലുകളുണ്ട്. അതായത് ഷീഷ് മഹൽ, ഫൂൽ മഹൽ, അതുപോലെ പേൾ മഹൽ എന്നൊക്കെ പറഞ്ഞ് കുറേ മഹലുകളുണ്ട്. കൂടെ തന്നെ കുറച്ച് മ്യൂസിയം സെറ്റപ്പുകളുണ്ട് ഉള്ളിൽ. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അവരുടെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന പല്ലക്കുകളെ കുറിച്ച് ഒരു നീണ്ട കളക്ഷൻ തന്നെ ഉണ്ട്. ഓരോന്നിനും ഇപ്പോൾ ലേഡീസിനെ കൊണ്ടുപോകുമ്പോഴുള്ള പല്ലക്ക്, അവർ വേട്ടയ്ക്ക് പോകുമ്പോഴുള്ള പല്ലക്ക്, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പല്ലക്ക്, അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ ഈ ഫോർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിലെ സെക്യൂരിറ്റി ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ, ആണുങ്ങളാണെങ്കിൽ ആയാലും പെണ്ണുങ്ങളാണെങ്കിലും അവർ തനത് രാജസ്ഥാനി ഡ്രസ്സിങ് സ്റ്റൈലിലായിരിക്കും അവരവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണും ഓരോരുത്തരെ വൈറ്റ് ഡ്രസ്സ് ധരിച്ചിട്ടുള്ള, അത്യാവശ്യം താടി മീശയൊക്കെ ഉള്ള ജെൻസിനെയും, അതുപോലെ ലേഡീസിൻ്റെ ആ തനത് വസ്ത്രം ധരിച്ചുള്ള ലേഡീസിനെയും. ഇതിൽ ഷീഷ് മഹലാണ് ഒരു പ്രധാന ആകർഷണം. ഫുള്ള് ഗ്ലാസിനോട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഷീഷ് മഹൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മെയിൻ ഐറ്റം ഫൂൽ മഹലാണ്. ഈ രാജാക്കന്മാർ അവരുടെ പേഴ്സണൽ സംഭാഷണങ്ങൾക്ക് മെയിൻ മീറ്റിംഗ് റൂം പോലെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഫൂൽ മഹൽ എന്ന് പറയുന്നത്. അതും അതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു പ്രൗഢിയോട് കൂടിപ്പോയും അവർ നിലനിർത്തി പോരുന്നുണ്ട്. മൂന്നാമത് പേൾ മഹൽ എന്ന് പറഞ്ഞത്. പേൾ മഹലും ഇതുപോലെ തന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ളൊരു റൂമായിട്ടാണ് കാണുന്നത്. ഇതിൽ വേറെയും ഒരുപാട് റൂമുകളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. ഓരോന്നും ഓരോ ഓരോ സ്പെസിഫിക് പർപ്പസിന് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള റൂമുകളാണ്. പിന്നെ അവരുടെ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വാളുകളും മറ്റു സംഗതികളും ഒക്കെ ഉണ്ട്. ഇതിൽ മറ്റൊരു പ്രധാന ആകർഷണം കുട്ടികളുടെ റൂം. അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൂമുണ്ട്. അത് കംപ്ലീറ്റ്ലി ജാളി വർക്കൊക്കെ ചെയ്ത് നല്ല ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു റൂമാണിത്. അതിൽ ഒരുപാട് കളിത്തൊട്ടിലുകളുണ്ടല്ലോ, കുട്ടികളുടെ തൊട്ടിലുകൾ, അത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു റൂം എന്ന് പറഞ്ഞാൽ ഇവരെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വരുമ്പോൾ മീറ്റിങ്ങിനുള്ള റൂമാണ്. അതിൽ വെളിച്ചം ലഭിക്കുന്നതിനായിട്ട് അവർ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ ഒരു ഡിഫറെൻറ്റ് കളേഴ്സിൽ അങ്ങനെ ഒരു ഗ്ലാസ് അവിടെ സെറ്റ് ചെയ്തതാണ്. നല്ല കാഴ്ചയാണ്. രാജസ്ഥാനിലുള്ള കോട്ടകളൊക്കെ ഒരേ ആർക്കിടെക്ചറൽ ശൈലിയിൽ നിർമ്മിച്ചവയായതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഇൻറ്റീരിയറിൽ ഇതേപോലെ ശീഷ് മഹലും ഫൂൽ മഹലും അങ്ങനത്തെ എല്ലാ സംഗതികളും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.